നമ്മൾ താഴെ റൗണ്ട് പോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് നമ്മൾ ചിരട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് ഓരോ കഷ്ണങ്ങൾ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ചിരട്ടയൊക്കെ കിഴുത്തയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ വരച്ച പോലെ നമ്മളങ്ങനെ കിഴുത്ത ഇട്ടെടുത്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ കിഴുത്ത ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു കിഴുത്ത കിഴിച്ച് ഒരു പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിരട്ട ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ബൾബൊക്കെ പീസാകുമ്പോൾ ഈ ബൾബ് എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മളിതിന് സ്ക്രൂ ഇട്ടിട്ട് 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ നല്ലതായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ 2-3 മണിക്കൂർ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇൻട്രോയും തമ്പലൈനൊക്കെ കണ്ട പോലെ നമ്മളൊരു ലൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ചിരട്ട വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്ത് കളയുന്നോ, നമ്മൾ കത്തിച്ച് കളയുന്നോ, നമ്മൾ ഉപേക്ഷിക്കുന്ന ചിരട്ട വെച്ച് നമ്മൾ ഉപയോഗമുള്ളൊരു വസ്തു ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലൈറ്റിൻ്റെ പകുതി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പകുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ താഴെ റൗണ്ട് പോലെ കട്ട് ചെയ്തിട്ടാണ് ഇത് ഫുള്ള് നമ്മൾ ചിരട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് ഓരോ കഷ്ണങ്ങൾ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു തണ്ടിൻ്റെ രൂപത്തിൽ നമ്മൾ എടുത്തേക്കുവാണ്. പിന്നെ നമ്മൾ ഇല ഒരു മുഴുവനായിട്ടുള്ള ചിരട്ട, അതായത് ഒരു ചിരട്ടയിൽ കട്ട് ചെയ്തിട്ട് ആ ഇലയുടെ വഴയൊക്കെ ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഹോൾഡർ കൊടുത്തേക്കുന്നത്. നമ്മൾ ബൾബ് ഇടാനുള്ള ഹോൾഡർ ഈ ഒരു റൗണ്ടിനകത്തൂടെ തന്നെയാണ് നമ്മൾ എന്താ പറയുക കിഴിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള വയർ കണ്ട കൊടുക്കാനുള്ള വയർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടാണ് നമ്മൾ ലൈറ്റിൻ്റെ ഷെയ്ഡ്, അതായത് ഡിസൈൻ വരാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫുള്ള് ചിരട്ടയിൽ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെക്കാനുള്ള ഡിസൈനിൽ ഒരു ലവ് ഡിസൈനും പിന്നെ ഒരു റൗണ്ട് ഡിസൈനുമാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തം കിഴുത്ത ഇട്ടെടുക്കണം. അപ്പോൾ കിഴുത്ത ഇട്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ കിഴുത്ത ഇട്ടെടുക്കുവാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ചിരട്ടയൊക്കെ കിഴുത്തയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ വരച്ച പോലെ നമ്മളങ്ങനെ കിഴുത്ത ഇട്ടെടുത്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ കിഴുത്ത ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ ചിരട്ട ഒന്ന് ഉരച്ച് ഫിനിഷാക്കി എടുത്ത്, അതായത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിഴുത്ത കിഴിച്ച് ഒരു പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിരട്ട ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ബൾബൊക്കെ പീസാകുമ്പോൾ ഈ ബൾബ് എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മളിതിന് സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കും. അപ്പോൾ ഇത് താഴെ പോകാതെ, നമ്മൾ ഒട്ടിക്കാതെ തന്നെ താഴെ പോകാതെ തന്നെ ഇരിക്കും. ഇവിടെ നമ്മൾ ബാക്കിലും സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമ്മൾ സ്ക്രൂ കൊടുക്കാനുള്ള സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഇത് സ്ക്രൂ അയച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിന് ശേഷം ബൾബ് മാറ്റാം, ഫീസാവുന്ന ബൾബ് മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു പലക എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിവശം ഒന്ന് കവർ ചെയ്തെടുക്കുക. എടുക്കുക. അപ്പോൾ ഇനി ആ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതിന് മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അതായത് ഫുള്ളും എല്ലാം വെച്ച് അത് സ്ക്രൂ ഒക്കെ ഇട്ട് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ടേബിൾ ലാമ്പിൻ്റെ ഫുൾ വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മണ്ടഭാഗത്ത് നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തും ഒരു സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. 2 സ്ക്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴ്ഭാഗം അടച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു വുഡ്, അതായത് തടി കയറ്റിയിട്ട് നമ്മളൊരു ചെറിയ പലക വെച്ചിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്ത് അതിനനുസരിച്ച് റൗണ്ടിൽ കട്ട് ചെയ്ത് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വയറും കൂടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള വയറും കൂടെ ആക്കിയിട്ടുണ്ട്. കട്ടിയുള്ള ഒരു വയറും കൂടെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാർണിഷ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പരിപാടി. നമ്മൾ വാർണിഷ് അടിച്ചെടുക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി വാർണിഷ് അടിക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങനെ വാർണിഷ് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാർണിഷാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത്. സ്ലീക്ക് എന്ന് പറയുന്ന ഒരു വാർണിഷാണ് നമ്മൾ അടിക്കുന്നത്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഫുള്ളും നോക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതടിച്ചതിന് ശേഷം നിങ്ങൾ 2-3 മണിക്കൂർ, ഒരു 3-4 മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. എന്നാലേ
നന്നായിട്ട് ഉണങ്ങി കിട്ടത്തുള്ളൂ. അപ്പം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ നല്ലതായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ 2-3 മണിക്കൂർ വെച്ചാണ് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തിലെ ബൾബ് കത്തിച്ചിട്ടുള്ള കാഴ്ചകൾ കാണാം. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon it can all be worth it, all the searching. Pain is never really permanent, but damn it hurts, man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me. Ain't no hide and seek, I hide to be far from anxiety. I need my space, I need my privacy. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം നിർദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ ഒക്കെ അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് കളയുന്ന ചിരട്ട അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന ചിരട്ട വെച്ച് നമ്മളൊരു ഉപയോഗമുള്ളൊരു വസ്തു ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്, ലൈറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ വീട്ടിലൊക്കെ ചെയ്യാൻ നോക്കുക. അതായത് ഓരോ സാധനങ്ങളൊന്നും എടുത്ത് കളയാതെ അത് നല്ല നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബോണി ബെന്നി ബിഗ് സൈനിങ് ഔട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.